നട്ട് വളർത്തിയെടുക്കുന്ന മത്സ്യമാണ്. ഇവയാണ് ഒരു തൈക്കാഴ്ചയില്ല വന്നിരിക്കുന്നത്. അത് വീട്ടിലേക്കായിട്ട് മേടിച്ചതാണത്. അപ്പൊ ഞാൻ പറഞ്ഞു നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അല്ല അമ്മ ആരാടി ദൈവമേണോ? ഓരോ മീനും വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ. പേര് ഒന്നുകൂടെ പറയാം. ഭൂമീൻ എന്നാണ് എന്റെ പേര്. ാണ് റെഡിയാക്കുന്നത്. ഇത് നമ്മൾ വളർത്തിയെടുക്കുന്ന മത്സ്യമാണ്. ഒരുപാട് ആൾക്കാർ ഇത് ഒരു വലിയ കൃഷിയായിട്ട് തന്നെ കൊണ്ടുനടപ്പുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ. ഇത് എന്റെ വലിപ്പം സാറിന് രീതിയിലാണ്. ചിലത് ഇച്ചിരി വലിപ്പം വെക്കും. ഒരുപാട് വലുതാകുന്ന മത്സ്യമല്ല. ഈ കാണുന്ന സൈസിനിൽ കുറച്ചുകൂടെ ചിലപ്പോൾ വലിപ്പം വെച്ചേക്കാം. ഇതാണ് തൊട്ടടുത്ത് എന്താ ഒരു ചെറിയ ആക്സിഡന്റ് നടന്നതിന്റെ കാര്യമാണ് ആ അമ്മ ചോദിച്ചത്. അടുത്തൂടെ പോയി ഒരു ചേച്ചിയിട്ടാണ് ആ ചോദിച്ചത്. മാമനാണത്. അതിന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ആദ്യം സ്റ്റെപ്പ് വാല് വെട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അതിന്റെ താഴത്തെ വശത്തെ ആ മുള്ളുപോലുള്ള വശം വെട്ടി ആദ്യം കളഞ്ഞ ചെതുമ്പലാണ്. ആ വട്ടത്തില് അതിന് ചെതുമ്പലെന്നാണ് പറയണത്. എന്റെ കത്ര വെച്ചിട്ടേ കണ്ടിട്ടില്ല. അത് കാരണം ഇത് ഒരു കൊള്ളിയാത്ത കത്രികയാണ്. അത് കുഴപ്പമില്ല, നല്ല ചെയ്യുന്നു. ഇതായിട്ട് മീൻ വെട്ടി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് കണ്ട് പഠിക്കാവുന്നതാണ്. ഞങ്ങൾ മീൻ മേടിക്കുന്നതാണ് ഇപ്പഴാണ് വരാത്തത്. അമ്മയുടെ വീട് ഇവിടെ അടുത്താണോ? ഞാൻ അമ്പലത്തിൽ പഞ്ചായത്ത് പള്ളിയുടെ തെക്ക് വശം. ഏത് തൈക്കാശ്ശേരി അമ്പലത്തിൽ? പടിഞ്ഞാപ്പുറം. അതിന്റെ പടിഞ്ഞാപ്പുറം പള്ളിയുടെ തെക്ക് വശം. പള്ളിയുടെ തെക്ക് വശം. സ്കൂള് സ്കൂളിന്റെ തെക്ക് വശല്ലേ? പിന്നെ കായറമ്പ്. ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാ. സ്വന്തം സ്ഥലം എവിടെയാ? കണ്ണൂർക്ക്. അറിയാ? അറിയാം. അറിയാ? കണ്ണൂർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല ചേച്ചിയൊക്കെ ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അവരുടെ ഫാമിലിയൊക്കെ. അതിന് പുറകിലാണ് ഞങ്ങളെ മീൻകട. അവിടെയല്ലേ? പിന്നെ അവിടെ മാർക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? മാർക്കറ്റ് ഉണ്ട്. അവിടെ വലിയ മാർക്കറ്റാണ്. വലിയ മാർക്കറ്റ്. അവിടെ പോകാറുണ്ട്. പിന്നെ അവിടെ മണ്ണാന്തര തറവാടുണ്ടോ? ഞാൻ അവിടെ വരാറുണ്ട്. അവിടെ മോഹൻ റോയി ഒക്കെ ഇല്ലേ? മോഹൻ റോയി ചേട്ടൻ നമ്മുടെ ചേട്ടനാണ്. വീരരാജം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതെ. ഞങ്ങള് ഇത് ചേച്ചി കണ്ണൂർ നീലത്തോടാണ്. ആണല്ലേ? ഇപ്പൊ ഏറ്റെടുക്കുന്ന അനിയത്തിയാണ്. വീര എന്ന പേര്. അവിടെ മാർക്കറ്റിലുള്ള ആശുപത്രി ആയിരുന്നു. പുള്ളിപ്പം കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരുമാനും ശമ്പളക്കാരൊക്കെ അവരൊക്കെ ആയിട്ട് അവിടെ അതിന്റെ പുറകിലല്ലേ? ഇത് കറുപ്പന്റെ ഇല്ല സമുദായത്തിന്റെ അറിയില്ല. ഏതാണ്? കറുപ്പന്റെ സമുദായം. അറിയാം. അതിന്റെ പുറകെ രണ്ടുപേരും എന്റെ വീട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകെ രണ്ടുപേരും എന്റെ വീടാണ്. ഞാന് വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അവിടെ ഒരു വീട് വെച്ച് കൊടുത്തായിരുന്നു. മിനി എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ കമ്പോലൊക്കെ ഉള്ള മിനി ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്തായിരുന്നു. അപ്പൊ അതിന്റെ മന്ത്രി പി പ്രസാദ് ചേട്ടനായിരുന്നു അതിന്റെ ഉദ്ഘാടന കാര്യങ്ങൾ താക്കോല് കഴിഞ്ഞിട്ട്. ചോദിച്ചാൽ മതി. ഇനി അങ്ങനെ അയലോക്കാണ്.
ഇതിവിടെ നാരഞ്ചെമ്മ എന്നാണ് പറയുന്നത്. ഇത് അയില കടൽ മത്സ്യമാണ്. പിന്നെ ഈ ചെറിയ ചെമ്മീന് തെള്ളിയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നോർമൽ ഇവിടെ ഉണക്കിയൊക്കെ വരുന്നത് തെള്ളി ചെമ്മീനാണ് ആണല്ലേ. തൈക്കാശ്ശേരി ജംഗ്ഷനാണ് ഈ കാണുന്നത്. നമ്മുടെ പെട്രോൾ പമ്പ് ഉണ്ട് തൈക്കാശ്ശേരി ജംഗ്ഷനിൽ. ആ പെട്രോൾ പമ്പിന്റെ തൊട്ട് കിഴക്കുവശം റോഡ് സൈഡിൽ തന്നെ, റോഡിന്റെ വടക്കേ സൈഡിലാണ് ഈ അമ്മമാരിരിക്കുന്നത്. ഇവർ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ തൈക്കാശ്ശേരി ഹെൽത്ത് സെന്റർ ഉണ്ട്. ഹെൽത്ത് സെന്ററിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പൊ അവിടെ നിന്ന് പഞ്ചായത്ത് അവരെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇല്ല, മുറിക്കാൻ സാധ്യതയില്ല. ഭൂമിയും മുറിക്കണത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടോ. ചരിച്ചാണ് മുറിക്കണത്. കാരണം അതിന്റെ മുള്ള് അല്ലെങ്കിൽ മതി. മുള്ള് ചരിഞ്ഞാണ്ടിരിക്കണം. നമ്മൾ സാധാരണ മത്സ്യം കട്ട് ചെയ്യണ പോലെ തന്നെ നേരെ നേരെ കട്ട് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മുള്ളെല്ലാം തീരെ പൊടിയായിട്ട് കട്ടായി പോകും. അപ്പൊ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട്, വായുടെ അകത്തൊക്കെ കയറും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചരിച്ചാണ് ഭൂമിയും കട്ട് ചെയ്യേണ്ടത്. എല്ലാ മീനും കട്ട് ചെയ്യുന്ന പോലെ അല്ല ഭൂമി കട്ട് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാരും മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ ചരിച്ചു വേണം കട്ട് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. തീർച്ചയായിട്ടും വരാം. ഞാൻ നേരത്തേക്ക് ഇവിടെ ഒന്ന് മേടിക്കാറുണ്ടേ. അമ്മ ഉണ്ടായിരുന്നപ്പോ ഒന്ന് വാങ്ങിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ വന്ന് വാങ്ങിച്ചിട്ടില്ല. അവിടെ ഇത് നമ്മുടെ ഇവിടെ അടുത്തുനിന്നൊക്കെ വരുന്ന മീൻ വളർത്തുന്ന സ്ഥലത്ത്. ഇവിടെ ഭൂമി വളർത്തുന്ന സ്ഥലമില്ലല്ലേ? നമ്മുടെ വഴിയുണ്ട് പടിഞ്ഞാറ്. നമ്മുടെ അഴിക്കെ പോകുന്ന വഴിയില്ല. അവിടെ എല്ലാം ഭൂമി വളർത്തുന്ന വലിയ ചാലുകളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ട് അവിടെ. ഇത് ഇപ്പൊ കാര്യം മറ്റേ ഇത് വരാറുണ്ട്, പൂളാൻ വരാറുണ്ട്. ഇപ്പൊ ഇവിടെ പോലെ ഇതുപോലെ ചരിച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം ഇത് കട്ട് ചെയ്യുമ്പോ, ഭൂമിയും കട്ട് ചെയ്യുമ്പോ. നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന മണങ്ങ് എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട്. എല്ലാരും കണ്ടു കാണും, ഒരു പരന്ന മത്സ്യം. അത് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ചരിച്ചാണ്. അതിന് ഒരുപാട് മുള്ളുള്ളതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മീനും ഒരുപോലെ അല്ല കട്ട് ചെയ്യേണ്ടത്. ചില മീന് നേരെയും ചില മീൻ ചരിച്ചുമാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മുള്ള ഒരുപാട് കട്ടായി പോകും. നമുക്ക് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. കഴിഞ്ഞ് ഉപ്പിട്ട് കഴുകി എടുക്കണം അല്ലേ? ആ, ഇപ്പൊ ഞാൻ വാങ്ങിക്കാണ്. അപ്പൊ അമ്മ പോയിട്ട് വരാം കേട്ടോ. മീൻ മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ബേക്കറി കയറിയിട്ട് ഇവിടുന്ന് പരിപ്പുവട, സമൂസ അങ്ങനെയുള്ള സാധനങ്ങളാണ് മേടിച്ചത്. ഇവിടെ എല്ലാ സാധനവും ഒരു ബേക്കറിയാണ്. ചേട്ടാ ബേക്കറിയുടെ പേരെന്താ? CMB. തൈക്കാശ്ശേരി ജംഗ്ഷനിലുള്ള CMB ബേക്കറിയാണ്. നമ്മുടെ പമ്പിന്റെ നേരെ തെക്കേപ്പുറത്ത് കിഴക്കേ സൈഡിൽ. വലതുവശത്തായി കാണുന്നതാണ് നമ്മുടെ ഹെൽത്ത് സെന്റർ തൈക്കാശ്ശേരി. അതിന്റെ ഏകദേശം ഒരു സൈഡിൽ മുൻവശത്തായിട്ടാണ് ആ മീൻ വിൽക്കുന്ന അമ്മമാരുണ്ടായിരുന്നത്. അവരെയാണ് ഇപ്പൊ പഞ്ചായത്ത് പുതിയൊരു സ്ഥലം കണ്ടെത്തി മാറ്റിയിരിക്കുന്നത്. ഇതാണ് തൈക്കാശ്ശേരി പള്ളി. അതിപുരാതനമായ പള്ളിയാണ്. അതിന്റെ നേരെ വടക്കേ വശത്ത് തന്നെയാണ് തൈക്കാശ്ശേരി സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് തൈക്കാശ്ശേരി സ്കൂൾ. ഇതാണ് തൈക്കാശ്ശേരി പാലം. അധികം വർഷമായിട്ടില്ല ഈ പാലം വന്നിട്ട്. അതിനു മുമ്പ് ജങ്കാർ സർവീസാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് വർഷം യാത്ര ചെയ്ത ജങ്കാർ സർവീസ് ആയിരുന്നു അത്. ഭയങ്കര മനോഹരമാണ്. കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്തിരുന്ന ഒരു കാലം.
നമ്മൾ തൈക്കാശ്ശേരി പാലിറങ്ങി വരുമ്പോൾ റോഡിന് ഇരുവശമായി കാണുന്നതാണ് തൈക്കാശ്ശേരി പാർക്ക്. ശരിക്കും ഇത് തുറവൂർ പഞ്ചായത്തിന്റെ പ്രദേശമാണ്. ഈ പാലത്തിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, എന്നാലും പണ്ട് കാലം മുതലേ അവിടെ തൈക്കാശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത്. കടത്തുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പാർക്ക് എല്ലാവർക്കും വരാവുന്ന ഒരു പാർക്കാണ്. ശരിക്കും ശനിയും ഞായറും വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഭയങ്കര ആളാണ് അവിടെ വരുന്ന. അല്ലെങ്കിൽ അതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ എപ്പോഴും വൈകുന്നേരം വേണം വരാനായിട്ട്. പിള്ളേരുടെ പാർക്ക് വരെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിള്ളേർക്കുള്ള കളിസ്ഥലമുണ്ട്, പിന്നെ മറ്റേ ഐസ്ക്രീം പാർലറുണ്ട്, ഫ്രൂട്ട്സ് വിൽക്കുന്ന സ്ഥലമുണ്ട്, അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ചായ കിട്ടും, ജ്യൂസ് കിട്ടും. നമ്മൾ തുറവൂർ ജംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. തൈക്കാശ്ശേരി തുറവൂർ പാതയാണ് ഈ കാണുന്നത്. ശരിക്കും അതിന്റെ പേര് തുറവൂർ പമ്പ പാത എന്നാണ് ഒഫീഷ്യലി ഉള്ള പേര്. ഇവിടുന്ന് നേരിട്ട് ഷോർട്ട് കട്ടാണ് ശബരിമലക്ക്. അതിന് വേണ്ടിയുള്ള ആദ്യ പടി എന്നുള്ള രീതിയിലാണ് നമ്മുടെ തൈക്കാശ്ശേരി പാലം വന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പാലം വരുന്നത് മാക്കേക്കടവ് നേരേക്കടവ് പാലമാണ്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുറവൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. തുറവൂർ ജംഗ്ഷന്റെ അവിടുന്ന് നേരെ ഇടതുവശത്തേക്ക്, അതായത് ചേർത്തല റൂട്ടിലേക്ക് കടക്കുമ്പോഴാണ് വലതുവശത്തേക്ക് കാണുന്നത് ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡുമാണ്. അതിന്റെ പുറകുവശത്തായിട്ട് കാണുന്ന സ്ഥലങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ തുറവൂർ ക്ഷേത്രത്തിന്റെയാണ്. തുറവൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഉഗ്ര നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. ദീപാവലി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ബാക്കിയുള്ള വീഡിയോ വീട്ടിൽ ചെന്നിട്ടിടാം. കാരണം ചോറ് വെക്കാനുണ്ട്, കറി വെക്കാനുണ്ട്, മീൻ വറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അരി കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അരി കഴുകി ഈ ചരുവത്തിലേക്കാണ് വെച്ചിക്കൊണ്ടിരിക്കുന്നത്. അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അരി അടുപ്പത്തിട്ട് കഴിഞ്ഞു. ആ അമ്മ വെട്ടിത്തുന്ന മീനിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ വീട്ടിൽ എത്തി, പിന്നെ ഉപ്പിട്ട് നന്നായിട്ട് കഴുകാനാണ് അമ്മ നമ്മുടെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നൊരു പ്രത്യേക മണം ഉണ്ടാവുമല്ലോ മീന്, അത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. അതൊരു 2 റൗണ്ട് നമ്മൾ കഴുകും. കാരണം അവിടെ നിന്ന് നന്നായിട്ട് വൃത്തിയാക്കി ആണ് തന്നത്. എങ്കിലും വീട്ടിൽ വന്നിട്ട് നമ്മളൊന്നുകൂടെ റെഡിയാക്കിയാണ്. അരി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ അരികളായിട്ട് മുകളിലേക്ക് പതുക്കെ ചാടിച്ചടി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. വേപ്പില നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ വേപ്പില തന്നെ എടുത്തിരിക്കുന്നത്. അടുപ്പത്തിരിക്കുന്ന അരി കൂടുതലായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഇറക്കും. ശരിക്കും ഇത് പച്ചരിയാണ് ഇട്ടിരിക്കുന്നത്. ഉച്ചക്ക് പച്ചരി ചോറാണ് കഴിക്കുന്നത്. പച്ചരി ചോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം വേവില്ല. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വെന്ത് കിട്ടുന്ന ഒരു അരിയാണ് പച്ചരി. പിന്നെ രസമൊക്കെ ഇട്ട് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് പച്ചരി. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആദ്യം ഇടുന്നത്. 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയ ഒരു പൊടിയാണ്. മല്ലി, മുളക്,
നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പൊടിയാണ്. ഇതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പാണ് ഇടുന്നത്. ഇത് നമ്മൾ ഭൂമിയും വറുക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ്. നമ്മൾ ഈ കുഴക്കുന്നതിലേ ശരിക്കും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെളിച്ചെണ്ണയും മസാലയും മാത്രം ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് വറുക്കുന്നതിനായിട്ട്. നിങ്ങൾക്ക് ഇതുമാതിരി വീട്ടിൽ ചെയ്തു നോക്കാവുന്നതാണ്. ഇത് നമ്മൾ വരയാതെയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിലും നമുക്ക് മീന് വറുത്തെടുക്കാം, വെച്ചെടുക്കാം. അപ്പൊ ഇത് വരയാതെ എടുത്തു കഴിഞ്ഞാല് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചോറ് വെന്തിട്ടുണ്ട്. നമ്മളപ്പോ ഇനി അത് ഊറ്റാൻ പോവുകയാണ്. കഞ്ഞി ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ചരുവത്തിൽ തന്നെയാണ് ഊറ്റിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി അതിന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളി എന്ന് പറയും, അത് അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില ആവശ്യത്തിന്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വീട്ടിലുണ്ടാക്കിയ മസാലക്കൂട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുവപ്പ് മുളകിന്റെ പൊടിയുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്ര സാധനമാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ വീട്ടിൽ നാടൻ വെളിച്ചെണ്ണയാണ്. ഇവിടുത്തെ തന്നെ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ ഇപ്പൊ ഇടും. ആദ്യമായിട്ട് നമ്മൾ ആവശ്യത്തിന് കടുകാണ് ഇടുന്നത്. അതിന്റെ കൂടെ അല്പം ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. കടുകും ഉലുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുളകിട്ട് അടുത്ത മീൻ വറുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിനുള്ള സജ്ജീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ. ഇനിയാണ് തക്കാളി എടുത്തത്. തക്കാളി ആവശ്യത്തിന് അരിഞ്ഞിരിക്കുന്നതെല്ലാം ഇട്ടു. തക്കാളി അതായിട്ട് ഒരു അല്പ സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം. തക്കാളി ഏകദേശം ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മസാല പൗഡർ ഉൾപ്പെടെ ഉള്ള മറ്റേ മുളക് പൊടി, ഉപ്പ് എന്നിവ സാധനങ്ങൾ ഇടുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പുളി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുടംപുളിയാണ്, നമ്മുടെ നാടൻ പുളി തന്നെ, നമ്മുടെ വീട്ടിലുണ്ടായ പുളിയാണ്. അത് വെള്ളത്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് ആഡ് ചെയ്യാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് തേങ്ങ അരക്കാതെയുള്ള കറിയാണ്. ഷാപ്പുകളിലൊക്കെ വെക്കുന്ന പോലത്തെ വേറെ ടൈപ്പ് കറിയാണ് വെക്കുന്നത്. കറി നല്ലപോലെ നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇതിലേക്ക് മീൻ ഇടുക എന്നുള്ളതാണ്. അപ്പൊ അതിലിട്ട് തിരി താത്തി വെക്കണം ആദ്യം. കാരണം ഈ പൂമീൻ അധികം വേവില്ലാത്തതാണ്. അപ്പൊ അതെല്ലാരും ഓർത്തോണം പ്രത്യേകം. മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിടത്ത് ചുറ്റിക്കുന്നുണ്ട്. കാരണം ചാറ് അതിന്റെ എല്ലായിടത്തും ആകാൻ വേണ്ടി. അതല്ലെങ്കിൽ ഇനിയിപ്പോ കയ്യിലെടുക്കാനായിട്ട് സൗകര്യമുള്ളവർ കയ്യിൽ തന്നെ എടുത്തിട്ട് അത് നമ്മൾ മീൻ വറുക്കാനുള്ള സാധനങ്ങൾ ചെയ്യുവാണ്. അതിനകത്തേക്ക്
ആവശ്യത്തിന് എണ്ണ ഒഴിക്കുവാണ്. കുറച്ചുകൂടെ എണ്ണ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ ശരിക്കും എണ്ണയിൽ മുക്കി വറുക്കുന്ന ഒരു രീതിയല്ല ചെയ്യുന്നത്. അത് മീഡിയം രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലാണ് വറുത്തെടുക്കുന്നത്. നമ്മുടെ മീൻ ഇവിടെ ഇരുന്നുണ്ട്, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഊണ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇലയിൽ. പിന്നെ അതിനുശേഷം ഇതാണ് പച്ചരിച്ചോറ്, മീൻ കറി, എല്ലാം സെറ്റ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. കൊത്തമല്ലി പുതിന അച്ചാറാണത്. ഇതിവിടെ സ്ഥിരമായിട്ട് റെഡിയാക്കുന്ന ഒരു സാധനമാണ് കൊത്തമല്ലി പുതിന അച്ചാർ. അപ്പൊ നമുക്കിനി ചോറ് കഴിച്ചിട്ട് വരാം. ചോറ് കഴിക്കാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ പേര് സുധീഷ് മംഗലശ്ശേരി എന്നാണ്. സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക.